കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽ തുമ്പിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. 10ാമത് ഉത്സവത്തോടനുബന്ധിച്ച് കാർഷിക ഉദ്യാനം കാണുക. 64 വയസ്സുള്ള മണ്ണിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ കർഷകൻ നാളിതുവരെയും കൃഷി ഓഫീസിലോ പോയിട്ടില്ല. 10ാമതയമാണ്. 10ാമതയം കഴിഞ്ഞ് 2 ദിവസമായി. 10ാമതയത്തിന് കൃഷിക്കാരെ കാണാനില്ലാത്ത ഒരു കാലമാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് കല്ലൂർക്കാട് പഞ്ചായത്തിൽ, ഇത് നാഗപ്പുഴയല്ലേ ഏട്ടാ? വള്ളിയാന്തറ അല്ലേ? വഴിയാഞ്ചിറ പ്രദേശത്ത് 11ാം വാർഡിൽ കണ്ണിനെ നയനമനോഹരമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാണിക്കാം. പക്ഷേ ഇത് ഇവിടെ മോഹനൻ, വീട്ടുകാരെങ്ങനെയാ? തൃക്കേപ്പറമ്പിൽ മോഹനൻ ചേട്ടനാണ് നമ്മളോടൊപ്പം. വെറൈറ്റി ആയിട്ട് കൃഷിയാണ് ചെയ്തേക്കണേ. കൃഷി നമുക്ക് കാണാം. ചേട്ടാ, എന്താണ് ഈ നമുക്കിപ്പോൾ ഒരു കൃഷിക്കാരൊക്കെ നശിച്ച് ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരു കാലത്ത് ചേട്ടൻ ഇങ്ങനെ ഒരു കൃഷി തുടങ്ങാൻ കാരണം? കമുക് കൂടുതൽ കൂലിച്ചെലവില്ലാത്തൊരു പരിപാടിയാണ്. 4 വർഷമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദായം കിട്ടിത്തുടങ്ങും. അതിൻ്റെ കൂടെ ഇടവേളയായിട്ട് ജാതി വെച്ചിട്ടുണ്ട്, കുറച്ച് തെങ്ങുണ്ട്. അപ്പോൾ റബ്ബർ പോലെ ഡെയിലി പണിക്കൂലി കൊടുക്കേണ്ടതോ അങ്ങനെയായ ആവശ്യങ്ങളില്ല. പിന്നെ മാർക്കറ്റിംഗ് എളുപ്പമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്. റബ്ബറായിരുന്നു ഇത്. റബ്ബർ വെട്ടിക്കളഞ്ഞ് റീപ്ലാന്റ് ചെയ്തതാണ്. എന്നാൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അനുഭവിച്ചാലും ചില കർഷകരെ കേരളത്തിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് എന്ത് വിള കിട്ടിയാലും വിലയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജനം മടുത്തു. പൈനാപ്പിളായിരുന്നു ജനങ്ങളുടെ ഏക ആശ്രയം. ഇപ്പോൾ പൈനാപ്പിൾ ലോട്ടറി ആട്ടോ 80 രൂപയ്ക്കാണ് കിലോയ്ക്ക് വരുന്നത്. പക്ഷേ അതെല്ലാം എവിടെ നോക്കിയാലും പൈനാപ്പിളേ ഉള്ളൂ. അതെല്ലാം മാറ്റിയിട്ട് കമുങ്ങ് ഇടവേളയായിട്ട് ജാതി കൃഷി ചെയ്തിരിക്കുന്ന കാണാൻ ശാസ്ത്രീയമായി തന്നെ അതിനെ പരിപാലിക്കുകയാണ്. ഈ വാർത്ത കാണുന്ന ഒരു ഉദ്യോഗസ്ഥരും വിഷമിക്കരുത്. കാരണം കേരളം അനുഭവിക്കാൻ പോകുന്ന വലിയൊരു ദുരാവസ്ഥയായ ഈ ചേട്ടനോട് പെരുമാറുന്ന രീതി വെച്ച് നമ്മുടെ കേരളത്തിലെ കൃഷി ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ കർഷകർ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാനിവിടെ വിവരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് വേണ്ടി നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ബിനാമി കർഷകരാണ് ഓരോ കൃഷി ഓഫീസിലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷി ഓഫീസുകൾ വഴിയും കാർഷിക നഴ്സറികളിൽ കൂടി കിട്ടുന്ന തൈകൾ വ്യാജമാണെന്ന് അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് സ്വന്തം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ബഡ് ചെയ്ത് അതേന്ന് പിടിച്ചു കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കണ്ട് പത്രി നല്ലതായിരിക്കണം, കായ്ക്ക് തൂക്കം വേണം, മൂപ്പെത്തി കൊഴിയുന്നതായിരിക്കണം. അപ്പോൾ ഞാനെൻ്റെ ഇഷ്ടത്തിൽ തന്നെ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതാവും. അതെല്ലാം ഗുണമായില്ല. നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ജാതിക്ക് ഉൽപ്പാദനശേഷി കുറവായിരിക്കും. അതുകൊണ്ട് നേരിട്ട് ഉൽപ്പാദനശേഷി കണ്ടറിഞ്ഞ് തൈ കൊണ്ടുവന്ന് അത് നല്ല ഉൽപ്പാദനശേഷി കണ്ടും അറിഞ്ഞത് സാധനം വിത്ത് ഇതിൽ തണ്ടയിൽ പിടിപ്പിച്ച് മുളച്ച് വന്നതിന് ശേഷമായിരിക്കും ഇത് കട്ട് ചെയ്ത് കളയുന്നത്. അതാണ് നല്ലൊരു കർഷകനാണ്. ഇതുപോലുള്ള കർഷകരെയൊക്കെ നമുക്ക് കേരളത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സർക്കാരാണ്. പക്ഷേ ഒരു പ്രോത്സാഹനവും ഇല്ല. തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് സമയമില്ല. ചേട്ടന് 65 വയസ്സായി. കൃഷി ഓഫീസറുടെ അടുത്ത് പോവുക, ഒരു കാര്യം ഇതുപോലുള്ള ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ്. ഇതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതുവരെ ഒരു കൃഷി ഓഫീസറും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ പഠിത്തം കഴിഞ്ഞ് കൃഷിയിലേക്ക് ചാടിയതാണ്. ഇതുവരെ അങ്ങനെ ഒരു പ്രോത്സാഹനം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അവനവനുണ്ടെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. ചേട്ടൻ്റെ അനുഭവസ്ഥയിൽ 5 ഏക്കറോളം കൃഷി സ്ഥലമുണ്ട്. ഇവിടെ മോട്ടർ എന്നായാലും വേണം. ഈ മോട്ടറിൻ്റെ ആവശ്യത്തിന് ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെന്നപ്പോൾ ചേട്ടാ അങ്ങനെ ഒരു മോട്ടർ കിട്ടില്ല. 15 സെൻറ്റുള്ള സ്ഥലത്തിന് മോട്ടർ കിട്ടും. 30 ഒരേക്കർ താഴെ ഉള്ളവനാ മോട്ടറിന് അർഹതയുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലപാട്. എന്ത് ചെയ്യാനാണ്? കൃഷിക്ക് ചെയ്യാൻ പൂർണ്ണ താല്പര്യമുള്ള മനുഷ്യർക്ക്, കർഷകന് ഒരു സഹായം കിട്ടുന്നില്ല. നമ്മളിപ്പോഴും കിട്ടുന്നില്ല. ഒരുപാട് ആനുകൂല്യങ്ങൾ പിടിക്കാവുന്നുണ്ട്, പക്ഷേ ഇത് കിട്ടുന്നില്ല. നെൽപ്പാടങ്ങൾ കരയാക്കി നവകേരളം പണിതുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാർ ഇതുവരെയുള്ള കർഷകരുടെ മനസ്സൊന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് നാഗപ്പുഴയിൽ നിന്നും കെ വിജയൻ.